എല്ലാവർക്കും നമസ്കാരം. അടുത്ത വർഷപ്പിറവിക്ക് ഇനി 2 മാസം സമയം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിലും ഈ വരുന്ന 2026 ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്യുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് ഒന്നറിയാൻ ഇന്ന് രാവിലെ ഒന്ന് രാശി വെച്ച് നോക്കി. ഇത് അറിയാനുള്ള ആ ഒരു ആകാംക്ഷ കൊണ്ട് ഒന്ന് രാശി വെച്ച് നോക്കിയതാണ്. അപ്പോൾ കിട്ടിയത് ആയില്യം നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ വ്യക്തമായി ഉരുത്തിരിഞ്ഞു വരുന്ന രൂപത്തിലായിരുന്നു രാശിഫലം കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ആയില്യം നക്ഷത്രക്കാർക്ക് ഈ 2025 ഡിസംബർ മുതൽ 2026 ഡിസംബർ അവസാനിക്കുന്നതിനുള്ളിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഏതൊരു നക്ഷത്ര ജാതകനും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന 5 രംഗങ്ങളാണ് ഇതിലൂടെ നോക്കുന്നത്. അതായത് 1 സാമ്പത്തികം, 2 തൊഴിൽ, 3 ആരോഗ്യം, 4 വിവാഹം, അതുപോലെ തന്നെ 5 വിദ്യാഭ്യാസം. ഈ 5 വിഭാഗങ്ങളിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും ആദ്യം നിങ്ങളുടെ ഈ 2026 വർഷത്തെ ആ പൊതുഫലം ഒന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉറപ്പായിട്ടും ഉണ്ടായിക്കിട്ടും. ആയില്യം നക്ഷത്രക്കാർക്ക് രാജയോഗ സമാനമായിട്ടുള്ള പല നേട്ടങ്ങളും നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഈ വർഷം നിങ്ങൾ തരണം ചെയ്ത പ്രശ്നങ്ങൾ, അതായത് മാർഗതടസ്സങ്ങൾ, കർമ്മ തടസ്സങ്ങൾ, അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദങ്ങൾ, ഇവയ്ക്കെല്ലാം ഒരു ശാശ്വതമായ വിരാമമിട്ടുകൊണ്ട് ഇനി മാറ്റത്തിൻ്റെ വഴിയിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. അതായത് ഈ 2025 നിന്ന് നിങ്ങൾ അടുത്ത വർഷത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടിയും അതോടൊപ്പം 2026 ശനി നിങ്ങളുടെ ഭാഗ്യഭാവത്തെ ശക്തമാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതിലൂടെ നിങ്ങൾ ആയില്യം നക്ഷത്രക്കാർ നിങ്ങളുടെ കർമ്മ പുരോഗതി ഇതോടുകൂടി ഉറപ്പാക്കി കഴിഞ്ഞു എന്ന് തന്നെ ഉറപ്പിച്ചു പറയാൻ സാധിക്കും. മാത്രവുമല്ല, ആയില്യം നക്ഷത്രാധിപതി ബുധനായതിനാൽ ബുദ്ധിയും വാക്കും വ്യാപാരവും പ്രഥമ സ്ഥാനത്താണ് നിങ്ങൾക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ബുധൻ്റെ ശക്തി ഈ 2026 വർഷം നിങ്ങൾക്ക് ഉറപ്പായിട്ടും വർദ്ധിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആ ഒരു പ്രത്യേകത. ഇത് പ്രകാരം ആദ്യമായി നോക്കുന്നത് ഈ വർഷം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയായിരിക്കും, അതായത് 2026 വർഷം എങ്ങനെയായിരിക്കും നിങ്ങളുടെ സാമ്പത്തിക രംഗം പുഷ്ടിപ്പെടുന്നതെന്നാണ് ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത്. 2025 വ്യാഴം നിങ്ങൾക്ക് ഇനേർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗുണമുണ്ടാകേണ്ട സന്ദർഭങ്ങളിലെല്ലാം നേരെ വിപരീതമായിട്ടാണ് നിങ്ങൾക്ക് സംഭവിച്ചത്. എന്നാൽ ഈ വർഷം പൂർത്തിയാക്കി 2026 നിങ്ങൾ കടക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി മൂലം നിക്ഷേപം, വ്യാപാരം, പാർട്ട്ണർഷിപ്പ് തുടങ്ങിയ ഒട്ടുമിക്ക എല്ലാ മേഖലകളിലും ഗുണകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായി തുടങ്ങും. പ്രത്യേകിച്ചും ഇവിടെ എടുത്തു പറയേണ്ടത് 2026 വർഷത്തിൽ ശനി നിങ്ങളുടെ ഭാഗ്യഭാവത്തിലേക്ക് നീങ്ങുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യതകളെല്ലാം നിങ്ങൾ തീർത്തെടുത്തിരിക്കും. അതുമാത്രവുമല്ല, ഭാവിയിലേക്കുള്ളൊരു ആസ്തി നിങ്ങൾ രൂപപ്പെടുത്താനും തുടങ്ങും. ഉദാഹരണമായി പറഞ്ഞാൽ വസ്തു വാങ്ങിക്കുക, അല്ലെങ്കിൽ കരാർ അടിസ്ഥാനത്തിൽ പുതിയ സംരംഭങ്ങളിൽ പങ്കുചേരുക, ഇങ്ങനെയുള്ള ചില അവിസ്മരണീയ സംഭവങ്ങൾ ജീവിതത്തിൽ അരങ്ങേറിയിരിക്കും. ഈ സമയങ്ങളിൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഉചിതമായി ചെയ്താൽ വലിയ വളർച്ച ഉറപ്പായിട്ടും സാധ്യമാകുമെന്ന് വ്യക്തമായി കാണുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ബുധൻ സ്വഭാവത്തിൽ വാണിജ്യ ബുദ്ധിയുള്ള ഗ്രഹം എന്ന നിലയിൽ നിൽക്കുന്നതിനാൽ 2026 രണ്ടാം പകുതിയിൽ പണവുമായി ബന്ധപ്പെട്ട തീരുമാനം നിങ്ങളെ അത്യുന്നത നിലയിൽ എത്തിക്കുമെന്ന് തന്നെയാണ് വ്യക്തമായി കാണുന്നത്. എന്നാൽ ഇതേ സമയം തന്നെ ധാരാളം ചെറു ചിലവുകൾ വന്നു ചേരുന്നതുമായിരിക്കും. അവ നിങ്ങൾ തീർച്ചയായിട്ടും നിയന്ത്രിച്ചേ മതിയാകൂ. ഇതേത് രീതിയിലാണ് വരാൻ സാധ്യത എന്ന് ചോദിച്ചാൽ, കുടുംബത്തിലെ അംഗങ്ങൾക്ക് വേണ്ടി ആഭരണങ്ങൾ അല്ലെങ്കിൽ മറ്റ് ആഡംബര വസ്തുക്കൾ എന്തെങ്കിലുമൊക്കെ മേടിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ വീടിൻ്റെ നവീകരണത്തിന് എന്ന വിഭാഗത്തിലേക്ക് വക മാറിപ്പോകാനും സാധ്യതയുണ്ട്. അതെല്ലാം നിങ്ങളുടെ അവിടുത്തെ ജീവിത സാഹചര്യം എങ്ങനെയോ അങ്ങനെ സംഭവിക്കുമെന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ആകപ്പാടെ നോക്കിയാൽ 2026 വർഷം നിങ്ങൾക്ക് നിങ്ങളുടെ ധനഭാഗ്യം ഉയരുന്നൊരു വർഷം തന്നെയാണെന്നാണ് രാശി വെച്ചതിൽ നിന്നും വ്യക്തമായി കിട്ടിയിരിക്കുന്ന നിങ്ങളുടെ ഫലം. ഇനി അടുത്തത് നിങ്ങളുടെ തൊഴിൽ കർമ്മമേഖല എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ,
തൊഴിൽ രംഗത്ത് 2026 തുടക്കം അല്പം അശാന്തമായിരിക്കും, അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ശനി 6ാം ഭാവത്തിൽ നിന്നുള്ള ദൃഷ്ടി ചില തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കും. പക്ഷേ മെയ് മാസത്തോടെ വ്യാഴം നിങ്ങളുടെ ദശമഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ അത് ജീവിതപാതയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. പുതിയ അവസരങ്ങൾ, പ്രമോഷൻ സാധ്യതകൾ, വിദേശ ബന്ധങ്ങൾ എന്നിവയെല്ലാം ശക്തമായി ഈ അവസരങ്ങളിൽ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കും. മാത്രവുമല്ല, ബുധൻ ശക്തമായിരിക്കുമ്പോൾ ബിസിനസ് നടത്തുന്നവർക്കും കമ്മ്യൂണിക്കേഷൻ ഫീൽഡിലുള്ളവർക്കുമെല്ലാം വലിയ പുരോഗതി തീർച്ചയായിട്ടും ദൃശ്യമാകും. പ്രത്യേകിച്ചും നിങ്ങൾ 2026 കടക്കുമ്പോൾ രാജയോഗം നിങ്ങളുടെ കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഉന്നതരായിട്ടുള്ള ആളുകളിൽ നിന്നുള്ള അംഗീകാരവും സ്ഥാനോന്നതിയും ഉറപ്പായിട്ടും നിങ്ങൾക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയം പുതിയ തൊഴിൽ തേടുന്നവർക്ക് അല്ലെങ്കിൽ പുതിയ തൊഴിലിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് വർഷത്തിൻ്റെ ആദ്യം ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മേന്മയുള്ള തൊഴിൽ വിഭാഗങ്ങളിലേക്ക് വർഷത്തിൻ്റെ 2ാം പകുതിയിൽ നിങ്ങൾക്ക് പ്രവേശിക്കാൻ അവസരം വന്നു ചേരും എന്ന് തന്നെ വ്യക്തമായി പറയാൻ സാധിക്കും. കാരണം വ്യാഴത്തിൻ്റെയും ശനിയുടെയും അനുകൂല ദൃഷ്ടി മൂലം സർക്കാർ ജോലി, ടെക്നോളജി, ബാങ്കിങ് മേഖല, അതുപോലെ തന്നെ മീഡിയ എന്നീ മേഖലകളിലെല്ലാം വലിയ മുന്നേറ്റം നടത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇനി അടുത്തത് നിങ്ങളുടെ ആരോഗ്യം. 2026 നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശനിയുടെ ദൃഷ്ടി നോക്കുമ്പോൾ വർഷത്തിൻ്റെ 2ാം പകുതിയിൽ ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകാം എന്ന് വ്യക്തമായി കാണുന്നുണ്ട്. ഈ ഉണ്ടാകാമെന്ന് വ്യക്തമായി കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ജീവിതശൈലി വെച്ച് മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഉണ്ടാകാം എന്ന് എടുത്തു പറയാൻ കാരണം. പ്രധാനമായിട്ടും കാണുന്നത് നാഡി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഉത്സാഹക്കുറവ്, ഉറക്കമില്ലായ്മ, അജീർണം, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ വന്നു ചേർന്നേക്കാം എന്നാണ് കാണുന്നത്. പ്രത്യേകം ഓർക്കുക, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് ഇതിൽ നിന്നും ഏതെങ്കിലും 1ഓ 2ഓ വന്നു ചേർന്നേക്കാം. എന്നാൽ നിങ്ങൾ കൃത്യമായി ജീവിതം കൺട്രോൾ ചെയ്ത് ആഹാരവിഹാരാദികൾ നിയന്ത്രിച്ച് പോകുന്നവരാണെങ്കിൽ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും വന്നു ചേരുന്നതുമല്ല. എങ്കിലും വ്യാഴഗ്രഹത്തിൻ്റെ ശുഭദൃഷ്ടി നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകാതെ അതിനെ തടഞ്ഞു നിർത്തും. പറയാൻ കാരണം 2026 വ്യാഴം നിങ്ങൾക്ക് നിങ്ങളുടെ 8ാം ഭാവത്തിലേക്ക് നീങ്ങുമ്പോൾ ദുരിതങ്ങൾ ഉണ്ടെങ്കിൽ പോലും, അതായത് മറ്റ് ഗ്രഹങ്ങളുടെ അശുഭ ദൃഷ്ടി മൂലം എന്തെങ്കിലുമൊക്കെ ദുരിതങ്ങൾ വന്നു ചേർന്നാൽ പോലും അത് നീങ്ങിപ്പോകും. അതായത് വ്യാഴം അതിനെ തട്ടിമാറ്റിക്കളയും. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് വ്യായാമം, ധ്യാനം, അതുപോലെ തന്നെ സ്വാത്വിക ഭക്ഷണം എന്നിവ നിങ്ങൾ പാലിക്കുക. ഈ കൃത്യനിഷ്ഠ നിങ്ങൾ കൃത്യമായിട്ട് പുലർത്തി പോന്നാൽ അധികമൊന്നും ബുദ്ധിമുട്ടേണ്ടി വരില്ല. നിങ്ങൾ ഈ ആയില്യം നക്ഷത്രക്കാരുടെ രാശി സ്വഭാവം ബുധനായതിനാൽ മനസ്സിനെ സജീവമായി നിലനിർത്തുന്ന പ്രവർത്തികൾ നിങ്ങൾക്ക് നല്ല ഫലം നൽകും. അങ്ങനെയാണ് കാണുന്നത്. ഇനി അടുത്തത് വിവാഹം, കുടുംബം, പ്രണയം എന്നീ രംഗങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് പ്രതിഫലിക്കുന്നത് എന്നൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് വ്യാഴത്തിൻ്റെ സ്വഭാവത്തിലുള്ള ശുഭദൃഷ്ടി കൂടുതൽ പ്രകടമാകുന്നത് വ്യക്തമായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിവാഹ യോഗം ഉറപ്പായിട്ടും വന്നു ചേർന്നിരിക്കും. പ്രത്യേകിച്ചും ചെറുപ്പക്കാർക്ക് ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാത്ത അത്രയും സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് വന്നു ചേരും. പ്രത്യേകിച്ചും നിങ്ങൾ ഈ ആയില്യം നക്ഷത്രക്കാരിൽ വളരെയധികം ഡിലേ ആയി വിവാഹം നടക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കേണ്ടി വരുന്നവർക്ക് മികച്ച ബന്ധങ്ങൾ ലഭിക്കുമെന്ന് വ്യക്തമായി പറയാൻ സാധിക്കും. പ്രത്യേകിച്ചും ഈ പ്രണയ വിവാഹങ്ങൾ ഉറപ്പായിട്ടും നടന്നു കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മാത്രവുമല്ല, ഈ പറയുന്ന 2026 ശനി നിങ്ങളുടെ ഭാഗ്യഭാവത്തിലെത്തുമ്പോൾ കുടുംബ ഐശ്വര്യം, സന്താന ഭാഗ്യം, സന്തോഷം, സമൃദ്ധി എന്നിവ ലഭിക്കാനും യോഗമുണ്ടായിത്തീരും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബുധൻ്റെ ദൃഷ്ടി നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ രംഗങ്ങളിൽ, അതായത് മറ്റുള്ളവരുമായിട്ടുള്ള വാഗ്വാദങ്ങളിൽ നിങ്ങളെ കൂടുതൽ ചൊടിപ്പിക്കാൻ സാധ്യത വളരെ വ്യക്തമായി കാണുന്നുണ്ട്. അതിനാൽ മറ്റുള്ളവരുമായിട്ടുള്ള അനാവശ്യ സംവാദത്തിൽ സ്വയം നിങ്ങൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി മുന്നോട്ട് പോകുക. പ്രത്യേകിച്ചും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വലുതാകാതിരിക്കാനുള്ള ശ്രദ്ധ നിങ്ങൾ ഈ അവസരങ്ങളിൽ വ്യക്തമായി കൊടുത്തില്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് വിപരീതമായി തീരാനും യോഗം വന്നു ചേരും. ഇനി അടുത്തത് നിങ്ങളുടെ വിദ്യാഭ്യാസം. നിങ്ങളിൽ ഈ സ്വദേശ വിദേശ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ചും മുതിർന്ന വിദ്യാർത്ഥികൾക്ക് വിവിധ കാറ്റഗറിയിൽ കോഴ്സുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി വരും. ഇത് തരംതിരിച്ച് പറയാൻ കാരണം എന്തെന്നാൽ
വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി നിങ്ങളുടെ ഭാഗ്യഭാവത്തിൽ തീർച്ചയായിട്ടും വന്നു കിട്ടുന്നു. ഇവിടെ പ്രത്യേകിച്ചും ബുധൻ അധിപതിയായതിനാൽ ഭാഷ, ഗണിതം, കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ കോഡിങ് തുടങ്ങിയ മേഖലകളിൽ വലിയ നേട്ടങ്ങൾ നിങ്ങൾ കരസ്ഥമാക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെടുത്തി പറയാൻ സാധിക്കും. ഇനി ഈ 2026 വർഷം കൂടി ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, ഈ വർഷം നിങ്ങൾ ആയില്യം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതം അടിമുടി മാറുന്ന ഒരു കാലഘട്ടം തന്നെയാണെന്ന് വ്യക്തമായി പറയാം. സാമ്പത്തികമായ ഉയർച്ച, തൊഴിൽ വളർച്ച, കുടുംബ സൗഖ്യം, പ്രണയ സന്തോഷം എന്നിവയെല്ലാം അനുകൂലമായി വരും. മാത്രവുമല്ല, ശനിയുടെയും വ്യാഴത്തിൻ്റെയും അനുകൂല ദൃഷ്ടികൾ നിങ്ങളുടെ പരിശ്രമങ്ങളെ ഉറപ്പായിട്ടും വിജയത്തിലെത്തിക്കും. സാമ്പത്തിക ഉയർച്ച, തൊഴിൽ വളർച്ച, കുടുംബ സൗഖ്യം, അതുപോലെ തന്നെ പ്രണയ സാഫല്യം എന്നിവയെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി വരും. അതിനോടൊപ്പം ശനിയുടെയും വ്യാഴത്തിൻ്റെയും അനുകൂല ദൃഷ്ടികൾ നിങ്ങളുടെ പരിശ്രമങ്ങളെ അത് പരിപൂർണ വിജയത്തിലെത്തിക്കാനും നിങ്ങളെ സഹായിക്കും. ഈ വർഷം നിങ്ങൾ സന്ദർശനം നടത്തേണ്ട ക്ഷേത്രങ്ങൾ ഭഗവതി ക്ഷേത്രങ്ങളും നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളും തീർച്ചയായിട്ടും ദർശനം നടത്തണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ സഹസ്രനാമങ്ങൾ ഈ വർഷം പാരായണം ചെയ്യുന്നത് അത്യുത്തമമായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ 2026 വർഷഫലമായിട്ട് നിങ്ങൾ ആയില്യം നക്ഷത്രക്കാർക്ക് പറയാനുള്ളത്. ഈ ഫലപ്രവചനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ അത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.